ഗൂഗിൾ മാപ്പിൽ ഹംപി എന്ന ലൊക്കേഷൻ ഇട്ട് കേരളത്തിൽ നിന്നും യാത്ര തിരിച്ച ഞാൻ എത്തി നിൽക്കുന്നത് ഈ മനോഹരമായ ക്ഷേത്രത്തിന് മുന്നിലാണ്. വിരുപക്ഷ ടെമ്പിൾ. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഉദയത്തിനും അതിന്റെ അസ്തമനത്തിനും സാക്ഷിയായ അമ്പലം ഇന്നും ഹംപിയിൽ നിലനിൽക്കുന്നു. ക്ഷേത്രത്തിലെ തന്നെ പതിവ് കാഴ്ചകളിൽ ഒന്നാണിത്. ക്ഷേത്ര ആനയായ ലക്ഷ്മിയിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ പ്രൗഢദേവരായ രണ്ടാമന്റെ കീഴിലുള്ള ലക്കൻ തദ്ദേശനാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിന് ഉള്ളിൽ എത്തിപ്പെട്ടാൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചതുപോലെയായിരിക്കും അനുഭവപ്പെടുക. ലക്ഷ്മിയുടെ വാസവും ക്ഷേത്രത്തിന് ഉള്ളിൽ തന്നെയാണ്. ഹംപിയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വിരുപക്ഷ ടെമ്പിൾ. ഹംപിയിൽ ഇപ്പോഴും സജീവമായി ആരാധനയും മറ്റും നടത്തുന്ന ഏക ക്ഷേത്രം കൂടിയാണ് വിരുപക്ഷ ടെമ്പിൾ. ഒരു സന്ധ്യാസമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ക്ഷേത്രം അതിൻ്റെ ഒരു ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ദീപാരാധന സമയത്ത് ഈ ക്ഷേത്രത്തിൽ എത്തുകയാണെങ്കിൽ ഒരു ദൈവിക ചൈതന്യം തന്നെ ഈ ഒരു ക്ഷേത്രത്തിലുടനീളം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അധികം വൈദ്യുത അലങ്കാരങ്ങളൊന്നുമില്ലാതെ നിലവിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു ക്ഷേത്ര അങ്കണമായി അപ്പോൾ ഈ ഒരു ക്ഷേത്രം മാറിത്തീരും. വൈകുന്നേര സമയങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെയാണ് ലക്ഷ്മിയെ കാണാൻ കഴിയുന്നത്. അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി ഒട്ടനവധി പേർ ലക്ഷ്മിയുടെ അടുത്തെത്തുന്നതും കാണാൻ കഴിയും. ശ്രീകോവിലിന് മുന്നിലെ ഈ കൽമണ്ഡപങ്ങൾ നിരവധി കൊത്തുപണികളാൽ അലങ്കൃതമാണ്. ഈ കാണുന്ന സീലിംഗ് പെയിന്റിങ്ങുകൾ 14-16 നൂറ്റാണ്ടുകളിൽ വരയ്ക്കപ്പെട്ടവയാണ്. പരമശിവന്റെ മറ്റൊരു രൂപമായ ശ്രീ വിരൂപക്ഷനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒട്ടനവധി കരകൗശല വസ്തുക്കളും മറ്റും കാണാൻ കഴിയുന്ന ഹംപി ബസാർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്.